കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. കായിനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കായിന് ഏറ്റവും കോപമുണ്ടായി, അവൻ്റെ മുഖം വാടി എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ ബൈബിളിൽ നോക്കുമ്പോൾ 2 സഹോദരങ്ങൾ കായിനും ആബേലും കൂടെ ദൈവസന്നിധിയിൽ വഴിപാട് ചെലുത്താൻ പോയി. വഴിപാടെന്ന് പറയുമ്പോൾ കാണിക്ക കൊണ്ടുപോയി. അവിടെ പോയപ്പോൾ ദൈവം ആബേലിൻ്റെ കാണിക്ക സ്വീകരിച്ചു, കായിൻ്റെ കാണിക്ക സ്വീകരിച്ചില്ല. അപ്പോൾ ആ സമയത്ത് കായിന് ഭയങ്കരമായിട്ടുള്ള കോപമുണ്ടായി. കാരണമെന്ന് വെച്ചാൽ തൻ്റെ കാണിക്ക ദൈവം സ്വീകരിക്കാത്തതിന് അവന് കോപമുണ്ടായത് ദൈവത്തോടല്ല, തൻ്റെ സഹോദരനായ ആബേലിനോടാണ്. അവനെ കൊല്ലുവാൻ തീരുമാനിച്ചു. അത്രയും കയ്പുണ്ടായി. പ്രിയ ദൈവമക്കളെ, അവൻ്റെ മുഖം വാടി എന്ന് കാണുന്നു. അപ്പോൾ ആ ഒരു മനസ്സിൽ നാമും ദൈവസന്നിധിയിൽ കാണിക്ക വയ്ക്കുവാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ആരാധനയ്ക്കായിട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ വഞ്ചകം, അസൂയ, മറ്റുള്ളവരുടെ അടുത്തുള്ള പക, ഇതൊക്കെ വെച്ചിട്ട് നാം ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുവന്നൊക്കെ പള്ളിയിൽ കാണിക്ക വെച്ചാലും ദൈവം അതിൽ പ്രസാദിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. ദൈവം പ്രസാദിക്കുന്നത് ഏറ്റവും നിഷ്കളങ്കമായ ഒരു ഹൃദയവും കള്ളം കപടവുമില്ലാത്ത ഒരു ജീവിതവും ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലാത്ത പക്ഷം നാം ചെയ്യുന്ന ഓരോ കാണിക്കകളോ കൊടുക്കുന്ന പൈസകളോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങളോ ഒന്നും ദൈവസന്നിധിയിൽ അതൊരു പ്രസാദകരമായി മാറത്തില്ല. ദൈവം ആ കാണിക്ക അംഗീകരിക്കുകയും ഇല്ല. വെറുതെ നമുക്ക് ചെയ്യാമെന്നേ ഉള്ളൂ. നമുക്ക് ആബേലിനെ പോലെ നല്ല മനസ്സോട് സഹോദരനോടുള്ള പകയില്ലാതെ വിദ്വേഷമില്ലാതെ നല്ലൊരു കാണിക്ക ചെയ്യുവാൻ കർത്താവ് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ കർത്താവെ കാണിക്കകൾ ചെലുത്തുമ്പോൾ അല്ലെങ്കിൽ നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ആരാധനയ്ക്ക് വരുമ്പോൾ കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിൽ കർത്താവെ ഇരിക്കുന്ന കയ്പുകളും കർത്താവെ വേണ്ടായ്മകളും എല്ലാം കർത്താവെ കളഞ്ഞിട്ട് നല്ല മനസ്സോടുകൂടെ തുറന്ന മനസ്സോടുകൂടെ നിൻ്റെ സന്നിധിയിൽ വന്ന് ആരാധിക്കുവാനും ദൈവമേ നിനക്ക് സുഗന്ധവാസനയുള്ള കർത്താവ് ഒരു ദൈവമേ വഴിപാട് ഞങ്ങൾക്ക് അർപ്പിക്കുവാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.